നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പടി പഞ്ചായത്തിലെ ആയപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഈ റോഡിന് സൈഡിൽ കൂടി പെരിയാർ വാലി ഹൈ ലെവൽ കനാൽ ഒഴുകുന്നുണ്ട്. ഇന്ന് രാവിലെ ഈ കനാലിൽ ഒഴുക്കിൽപ്പെട്ട ഒരമ്മയും മകനെയും പ്രദേശവാസിയും പത്രേജൻറ്റുമായ ദിനൂപ് വളരെ സാഹസികമായി രക്ഷപ്പെടുത്തി. ദിനൂപ് ആ രക്ഷപ്പെടുത്തലിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മറുനാടനോട് സംസാരിച്ചിട്ടുണ്ട്. രാവിലെ 6:30 സമയത്ത് ഞാൻ പത്രവിതരണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കോട്ടപ്പടി പഞ്ചായത്തിൽ ആയപ്പാറ ഭാഗത്ത് പെരിയാർ വാലിയുടെ കനാലുണ്ട്. നല്ല ശക്തമായ ഒഴുക്കുള്ള സ്ഥലമാണ്. അവിടെ ഒഴുക്കിൽ നിന്നും അതിൻ്റെ നടുഭാഗത്തു നിന്നും ഒരു കൊച്ചിൻ്റെ തല ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് കണ്ടു. പെട്ടെന്നാണ് ശ്രദ്ധിച്ചത്. ഒരു അമ്മയും കുഞ്ഞുമായിരുന്നു തോന്നി. പെട്ടെന്ന് തന്നെ ബൈക്ക് അവിടെ വെച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടുമായിരുന്നു. നമ്മുടെ ഒച്ച എടുത്തതിന് ശേഷമാണ് ആളുകൾ ഓടിക്കൂടിയിരുന്നു. അപ്പോഴേക്കും കൊച്ചിനെ കയ്യിൽ കിട്ടി. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ കയ്യിൽ നിന്ന് പോയായിരുന്നു. വീണ്ടും ഒന്നുകൂടി മുങ്ങി ചെന്ന് അമ്മയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഈ കുട്ടിയുടെ അമ്മയെ കരയ്ക്ക് എത്തിക്കുന്ന സമയത്ത് ശ്വാസം എടുക്കുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അതിന് ശേഷമാണ് ആളൊന്ന് ശ്വാസമൊക്കെ എടുത്തു തുടങ്ങിയത്. ദിനൂപ് പ്രാഥമിക ശുശ്രൂഷ നൽകി. ആ ഒരു ഘട്ടത്തിലാണ് ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതുമൂലം അവർ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. ആ ഒരു ശുഭവാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. കോതമംഗലം മാർ ബെസോലിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയിലാണ് രക്ഷപ്പെട്ട സ്ത്രീയും 4 വയസ്സുകാരനായ മകനും ചികിത്സയിൽ കഴിയുന്നത്. ഞാൻ രാവിലെ കുളിക്കാൻ ഇറങ്ങിയപ്പം മോനും ഉണ്ടായിരുന്നു കൂടെ കുളിക്കാനായിട്ട്. അപ്പം മോൻ കുറച്ച് തട്ടി കളിച്ചപ്പോഴത്തേനും മോൻ്റെ കാല് വഴുതി കനലിലേക്ക് വീഴ്. ഞാൻ മോൻ്റെ കയ്യെ പിടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. കിട്ടാതായപ്പോഴത്തേനും മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോനെയും കൂടെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചപ്പോഴത്തേനും എനിക്ക് കുറച്ച് നേരം ഒഴുകിപ്പോയപ്പോൾ ബോധം പോയി. പിന്നെ എന്താ ഓർമ്മയുണ്ടായില്ല. ഏറ്റപ്പോൾ പിന്നെ കുറേ ആൾക്കാർ എന്നെ രക്ഷിച്ചത് ദിനൂപാണ്. ദിനൂപിനോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നത്. എൻ്റെ മാത്രമല്ല, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു 100,000 നന്ദി പറയുന്നുണ്ട്. മലപ്പുറം സ്വദേശിയായ സന്ധ്യയാണ് ഒഴുക്കിൽപ്പെട്ടത്. സന്ധ്യയുടെ ഭർത്താവിൻ്റെ വീട് ഈ ഇതിനടുത്ത് തന്നെയാണ്, ഈ കനാലിനടുത്ത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ ഇവർ കുളിക്കാനായിട്ട് ഇന്ന് രാവിലെ പോകുന്നതാണ്. കുളി കഴിഞ്ഞ് ഈ രണ്ടുപേരും മകനെ കുളിപ്പിച്ച് കരയ്ക്ക് നിർത്തി. സന്ധ്യയും കുളി കഴിഞ്ഞു. വീണ്ടും ഒന്ന് കാൽ കഴുകുന്നതിനായി പോയ സമയത്ത് മകൻ എങ്ങനെയോ നോട്ടം തെറ്റി കനാലിലകപ്പെടുകയായിരുന്നു. ഈ മകനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് സന്ധ്യയും ഒഴുക്കിൽപ്പെട്ടത്. ഈ വിവരങ്ങളെല്ലാം സന്ധ്യയ്ക്ക് ബോധം വന്ന ശേഷമാണ് ബന്ധുക്കളോടും അടുത്ത് ഓടിക്കൂടിയവരെല്ലാം അറിയിച്ചത്. ദിനൂപിൻ്റെ ഈ ധീരമായ കൃത്യത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഈ ഒരു ഒറ്റ നിമിഷത്തെ ആ ഒരു പത്രം ഏജൻ്റായി അദ്ദേഹം വളരെ വേഗത്തിലാണ് ബൈക്കുമായിട്ട് ഈ വഴി പൊയ്ക്കൊണ്ടിരുന്നത്. മിക്കവാറും സമീപത്തെ വീടുകളിലെല്ലാം പത്രം ഇട്ട് അടുത്തൊരു വീട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഈ പാലം കടക്കുന്ന, ഇവിടെ അടുത്തൊരു പാലമുണ്ട്, ഈ പാലം കടക്കുന്ന സമയത്താണ് ഈ കുട്ടിയുടെ തല വെള്ളത്തിന് മുകളിൽ കാണുന്നത്. അപ്പോൾ തന്നെ ബൈക്ക് നിർത്തി അദ്ദേഹം തിരിച്ചു വന്നപ്പോഴത്തേക്കും ഏതാണ്ട് 4-5 അടി ദൂരേക്ക് തന്നെ ഈ ഒഴുക്കിൽപ്പെട്ട് കുട്ടി ഒഴുക്കിൽപ്പെട്ട് പോയിരുന്നു. മാതാവ് ബോധം നശിച്ച അവസ്ഥയിലും കുട്ടിയെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുതന്നെയാണ് ഈ രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാൻ മുഖ്യ കാരണമായെന്നാണ് രക്ഷകനായ ദിനൂപ് മറുനാടനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. മറുനാടൻ ടിവിക്ക് വേണ്ടി പ്രകാശ് ചന്ദ്രശേഖർ.